നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവള് അകത്തുണ്ടാവും. മോൾ അങ്ങോട്ട് ചെല്ലേ, ഞാൻ ഇതൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് വന്നേക്കാം. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. നീ എപ്പോഴാ വന്നേ? വന്നതേ ഉള്ളൂ. അമ്മയുടെ ആഭരണങ്ങളാ, അച്ഛൻ എടുത്തു തന്നതാ. ചേരുന്നുണ്ടോ എനിക്ക്? ഇതെന്തിനാ ഇപ്പോ? കല്യാണത്തിന്, വേണുവേട്ടനായിട്ടുള്ള കല്യാണത്തിന്. ഞാൻ കരുതി പ്രസവിക്കുന്നതിന് മുമ്പുള്ള ആചാരമാണെന്ന്. അങ്ങനെയുണ്ടല്ലോ, ഈ മാസം തികയുമ്പോ ആഭരണങ്ങളെല്ലാം അണിച്ച് ഒരു ഒരുക്കം നടത്തില്ലേ? നീ മിടുക്കിയാടി. കൂടെ നടക്കുമ്പോഴും നിന്റെ ഈ മിടുക്ക് ഞാൻ തിരിച്ചറിഞ്ഞില്ല. ശ്രേയ, നീ വിപിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നതും അവന്റെ നമ്പർ തപ്പിയെടുത്തതും ഇതിനായിരുന്നല്ലേ? പരിചയപ്പെട്ട ദിവസങ്ങൾക്കുള്ളില് അവനുമായി ഇങ്ങനെയുണ്ടെങ്കില് നീ ആരാടി? കൂലി എണ്ണി വാങ്ങി പാവിരിക്കുന്നവർ പോലും നിനക്ക് താഴെയല്ലേ വരൂ. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. നീ ഇനി ഇങ്ങോട്ട് വരേ വേണ്ട, പോവാൻ നോക്ക്. നിന്നെ കാണാൻ ഇനിയും വരുമെന്ന് ഞാൻ പറഞ്ഞോ? അങ്ങനെ ഒരു നാണം കെട്ട കാര്യം എന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. എന്ത് രസായിട്ടടി നീ എന്നെ ചതിച്ചത്. അവന്റെ അഴകും സമ്പത്തും ഒക്കെ കണ്ടപ്പോ അവനെ സ്വന്താക്കണം തോന്നിയല്ലേ നിനക്ക്? അവന് നിന്നെ താല്പര്യമില്ലായിരുന്നു, അതവൻ എന്നോട് തുറന്നു പറയും ചെയ്തതാ. നിർത്തടി. മാനം കെട്ട പണി കാണിച്ചിട്ട് അതിന് ന്യായീകരിക്കുന്നോ? സ്വന്തം അച്ഛനെ പോലും പറ്റിക്കുന്ന നിനക്ക് എന്നോട് പ്രത്യേകിച്ച് എന്താ കൂറല്ലേ? എന്നിട്ട് നീ നേടിയല്ലോ, എല്ലാം നേടിയില്ലേ? കൂട്ടുകാരിയെ ചതിച്ചതിന് നിനക്ക് കിട്ടിയ കൂലിയാടി ഈ അച്ഛനില്ലാത്ത കുഞ്ഞ്. കാലം ഇനിയും മുന്നിലുണ്ടല്ലോ. ഏതെങ്കിലും പെരുവഴിയിൽ വെച്ച് നമ്മൾ തമ്മിൽ ഇനിയും കാണും. അന്ന് നീ നോക്കിക്കോ, ഒരു പുഴുത്ത പട്ടിയുടെ വിലയായിരിക്കും നിനക്ക് ഈ നാട്ടില്. ഇത് എന്റെ ശാപമാടി. എന്താ മോളെ, എന്താ നിങ്ങൾ തമ്മില്? എല്ലാം തുറന്നു പറയാൻ എനിക്ക് പറ്റില്ല. എനിക്കും ഒരച്ഛനുണ്ട്. അച്ഛന്റെ വേദന എനിക്ക് നന്നായിട്ടറിയാം. ബാക്കി അവളോട് ചോദിച്ചാ മതി. എന്തുപറ്റി മോളെ ശ്രേയയ്ക്ക്? അത് ഞങ്ങള് വേറൊരു കാര്യം സംസാരിച്ചതാ. എന്താ ഒരു വഴക്ക് പോലെ? അവൾ അങ്ങനെയാ, നിസ്സാര കാര്യത്തിന് വഴക്കിടും. ഓ, അത് പിന്നെ സൗഹൃദങ്ങളൊന്നും അതിനെ തട്ടി അകറ്റാൻ പാടില്ല മോളെ. നീ അവളെ വിളിക്കണം, സംസാരിക്കണം. എന്നിട്ട് മോൾ ഈ വഴക്കൊക്കെ തീർക്കണം കേട്ടോ. കുറച്ചു കഴിയുമ്പോ അവൾ ഇങ്ങോട്ട് വിളിക്കും. അവക്കങ്ങനെ പിണങ്ങിയിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി. ഞാനിതൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്കായിരുന്നു. എന്നാ അത് നടക്കട്ടെ മോളെ, ചെല്ല്. ഈ കുട്ടികളുടെ ഒരു കാര്യം.
മോള് ജീവനെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല. അവൻ പറഞ്ഞിട്ടാ ഞാൻ മോളെയും കൂട്ടി പ്രാർത്ഥിക്കാൻ വന്നത്. വാ. അമ്മ പറഞ്ഞു. എന്താ? മോളെ, ജീവിതത്തിൽ ഒരു കാര്യത്തിലും ഇവൻ പേടിച്ച് ഞാൻ കണ്ടിട്ടില്ല. അത് കുഞ്ഞുനാളിലും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് എന്റെ മോന് ഒരു പേടി തട്ടിയിരിക്കുക, അതും മോളുടെ കാര്യത്തില്. എന്തു പറ്റി? നിത്യ അളവില്ലാതെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാ തന്റെ സ്ഥാനം എന്റെ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്കിനി എന്റെ മനസ്സിൽ നിന്നും നിത്യയെ പറിച്ചു മാറ്റാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഒന്നു ചേരാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചു പേരെങ്കിലും കാണുമല്ലോ. ആ പേടിയാണ് മോളെ. ഇന്നലെ ഒന്നും എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല. ഞാൻ ആശ്വസിപ്പിച്ച് നോക്കി, വാക്ക് കൊടുത്ത് നോക്കി, എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. ഇനി മോള് പറയണം, എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഒന്നിക്കുമെന്ന്. നീ വാക്ക് കൊടുക്കണം. അത് ഭഗവാന്റെ ഈ നടയിൽ തന്നെ ആയിക്കോട്ടെ. നിത്യ, തന്റെ വാക്കിനപ്പുറം ഈ കാര്യത്തിൽ എന്ത് എതിർപ്പ് വന്നാലും എനിക്കത് പ്രശ്നമില്ല. എന്നോട് പറയാനുള്ളത് നിത്യയ്ക്കിപ്പോ പറയാം. അതിനപ്പുറം പിന്നെ എനിക്കൊന്നുമില്ല. ഞാൻ ആരാധിക്കുന്ന ഈ ഭഗവാൻ സത്യം, എന്റെ അച്ഛൻ സത്യം. ഒരിക്കലും ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല. ആരൊക്കെ എതിർത്താലും പോരെ. താങ്ക്സ് നിത്യ. എന്റെ മനസ്സിലെ ടെൻഷനൊക്കെ ഒറ്റയടിക്ക് താൻ മാറ്റി തന്നു. താങ്ക്സ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.